സ്കൂളിലെ ഓഫീസിലായിരുന്നു. ഞാനും പപ്പയും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫാദർ പറഞ്ഞു ഇങ്ങനെ പലതരം ടീച്ചിങ് ഉണ്ട്, പലതരം കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചൊരു കാര്യം, ക്ലാസ് മുകളിലാണ്, എനിക്ക് കയറാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, എനിക്ക് അത് കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ക്ലാസ്സൊന്നും കാണുന്നില്ല. അപ്പൊ പറഞ്ഞൊന്നുമില്ല. അതിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ യെസ് പറഞ്ഞു. എനിക്ക് ഈ സംഭവം അപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ജൂലൈ സെക്കൻഡ് വീക്ക് ഒരു ധ്യാനത്തിന് പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ധ്യാനത്തിന്റെ അവസാന ദിവസത്തില് എന്റെ ഫോണ് അവർ മേടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതിൽ ഫോൺ വിളിക്കുന്നുണ്ട്. അവസാന ദിവസമാണ് രജിസ്റ്റർ ചെയ്യേണ്ട, അവസാന ദിവസമാണ്. അതിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ ഇവര് കുറെ ഫോൺ വിളിച്ചു. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ വൈകുന്നേരം 5 മണിയായപ്പോഴാണ് അറിഞ്ഞത് എന്താ പറയാ അഡ്മിഷൻ ക്ലോസ് ചെയ്യും, ഇപ്പൊ ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടില്ലേ അങ്ങനെ ഒരു ടെൻഷനായി. പക്ഷെ എന്നാലും എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ വന്നു. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ വിചാരിച്ചു വേണ്ടെന്ന്. അങ്ങനെ പോയി വരലായി. അപ്പൊ അങ്ങനെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് കിറ്റാണ്. കിറ്റ് തയ്യാറാക്കലാണ്. അപ്പൊ 4 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കുണ്ടായിരുന്ന ഐറ്റംസ് പോലെ എനിക്ക് എളുപ്പമുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കണ്ടെത്തിയെടുക്കാൻ ഉത്സവമായിരുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ കണ്ടെത്തിയ മെറ്റീരിയൽ ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് മടക്കി അടിക്കലായിരുന്നു പണി. 2, 3, 4 ഇപ്പൊ എന്താ പറയാ, കിറ്റ് മാത്രല്ല നമ്മുടെ ടീച്ചിങ് ആയാലും എന്ത് കാര്യമായാലും ഞാൻ ഉണ്ടാക്കിയത് മോശമാണ്, കുറച്ചുകൂടി ബെറ്റർ ആവുന്നതാണ് മാറ്റി തരും. പക്ഷെ അതൊക്കെ ഒരു വിചാരത്തിന്റെ ഭാഗമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇവർക്ക് വെച്ചാൽ മൊത്തം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നും അതിനിടയില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് 2 ടീച്ചിങ് ബാക്കിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റമി ഞാൻ തിയേറ്റർ ക്ലാസ്സിലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. മോള് കയറിയില്ല. കാരണം അവർക്കൊക്കെ പകരുന്നുള്ള പേടി ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ വീട്ടിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ താഴ്ത്തായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ടീച്ചിങ് ആണ്. അപ്പൊ രമി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ അതുപോലെ ഈ വർഷം എനിക്ക് മുടങ്ങാതെ വരാൻ പറ്റിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ എന്താണെന്ന് വെച്ചാല് എനിക്ക് 4 ദിവസം എന്റെ വണ്ടി കേടായി ഈ വർഷം തന്നെ. ഒരു ദിവസം വണ്ടി ഒന്ന് മറിഞ്ഞു. പക്ഷെ എന്നാലും എനിക്കൊരു ആപത്തും പറ്റിയില്ല. ദൈവം എന്നെ സംരക്ഷിച്ചു. അപ്പൊ അതുപോലെ എന്താ പറയാ, കൃഷ്ണേച്ചി ഒരു ദിവസം എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് 600 രൂപയാണ് പെട്രോള് അല്ല ഓട്ടോറിക്ഷയ്ക്ക് ചാർജ്. രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പൊ തിരിച്ചു ഞാൻ എന്റെ വണ്ടി കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ ആളെ കൊണ്ടുപോയി. അങ്ങനെ എന്റെ ടിക്കറ്റ് ബാച്ചിൽ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ ടിക്കറ്റ് ബാച്ചിൽ പറയുകയാണെങ്കിൽ അവരെന്നെ പരിചയപ്പെടുന്നതും കൂടുതൽ അടുക്കുന്നതും അല്ല ടൂർ പോയ സമയത്താണ്. അത് അപ്പോഴാണ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അവർ കൂടുതൽ അറിഞ്ഞത് സംസാരിച്ചതൊക്കെ. അപ്പൊ അവരും ഒരുപാട് സഹായിച്ചു.